അപ്പോൾ ചേട്ടൻ ഇതേ ഈ ദശരഥ ബസ്സിലായിരുന്നു കേട്ടോ, അരവിമംഗലം ദശരഥ ബസ്സിൽ. അപ്പോൾ ബസ് ഉച്ചയ്ക്ക് നിർത്തി വീട്ടിലേക്ക് വന്നതാണ്. പിന്നെ ബസ് ഇട്ടാർന്ന സ്ഥലത്ത് നിറയെ വെള്ളമായപ്പോൾ മാറ്റിയിടാൻ വേണ്ടിയിട്ട് ചെന്നപ്പോൾ കണ്ട കാഴ്ചയാണ് ഇട്ടത്. പുഴയാരം ഗാർഡൻസിൻ്റെ അവിടെയാണ് കേട്ടോ ഈ സ്ഥലം വരുന്നത്. പിന്നെ അവിടെ അപ്പുറത്ത് ഒരു അമ്പലമുണ്ട്, അമ്പലത്തിൻ്റെ ഭണ്ഡാരമൊക്കെ പകുതി മുക്കാലും മുങ്ങിക്കണു. അപ്പോൾ ഉച്ചയ്ക്ക് ഒരു മണിക്കായിട്ട് നിർത്തിയിട്ട് പോരുമ്പോൾ വെള്ളമേ ഉണ്ടായിരുന്നില്ല കേട്ടോ അവിടെ. പെട്ടെന്നാണ് ഇങ്ങനെ വെള്ളം കയറിയത്. ഇനിയിപ്പോൾ നാളെയൊക്കെ ചെന്ന് നോക്കുമ്പോൾ എന്തായിരിക്കും അവസ്ഥ എന്നറിയില്ല. എനിക്കാണെങ്കിൽ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര പേടിയാണ് കേട്ടോ. അപ്പോൾ ചേട്ടൻ വണ്ടി മാറ്റിയിടാൻ പോയപ്പോൾ എനിക്ക് വീഡിയോ എടുത്ത് കൊണ്ടുവന്നതാണ്. അപ്പോൾ ചേട്ടൻ ദേ ബസ്സിൽ കയറിയിട്ടാ. ഡ്രൈവർ ചേട്ടൻ ദേ വണ്ടി നീക്കിയിടാനായിട്ട് നോക്കുന്നുണ്ട്. കുറേ ആൾക്കാർ വന്നിട്ടുണ്ട് കേട്ടോ. അവിടെ വെള്ളമൊക്കെ വന്നത് കാണാനാണെന്ന് തോന്നുന്നുണ്ട്. കുറേ ആൾക്കാർ കണ്ട അവിടെ നിൽക്കുന്നുണ്ട്. ദേ ബസ് സ്റ്റോപ്പിലൊക്കെ പകുതി മുക്കാലും വെള്ളമായിട്ടുണ്ട്. അപ്പോൾ അതേ വണ്ടി അവിടെ നിന്ന് കുറച്ച് അകലെ അങ്ങോട്ട് മാറിയിട്ട് ഇപ്പോൾ വെള്ളം കയറാത്ത സ്ഥലത്ത് കൊണ്ടിടാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. ഇതേ കണ്ടു അവിടെയൊക്കെ അമ്പലത്തിൻ്റെ അവിടെ ഒരു അമ്പലത്തേക്കുള്ളൊരു വഴിയാണത്. അപ്പോൾ അവിടെയൊക്കെ മുങ്ങിക്കഴിഞ്ഞു. ഇതേ ആൾക്കാരൊക്കെ കണ്ട് കുറേ പേരിങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ വണ്ടി വരണോടത്തുനിന്ന് അങ്ങോട്ട് ഇങ്ങനെ വെള്ളം പിന്നെയും കൂടുതലായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വണ്ടി അങ്ങനെ മാറ്റിയിടാൻ പോവാണ്. യതിച്ചേട്ടൻ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതേ അങ്ങനെ വണ്ടി സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് കൊണ്ടിടാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സേഫായിട്ട് തന്നെ ഇരിക്കുക. അപ്പോൾ അത്രയുള്ള ഇന്നത്തെ വീഡിയോ. ബൈ.